ഉറങ്ങാതെ ഇരിക്കുന്ന രാത്രികളുടെ ഫലമായി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തളർച്ചയും അതേപോലെ തന്നെ ആശയക്കുഴപ്പവും അനുഭവപ്പെടാറുണ്ടോ? ഉറക്കം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ തലച്ചോറിനും ഒരുപോലെ അനിവാര്യമാണ്. ഉറക്കക്കുറവ് ദീർഘകാലം തുടരുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഉറക്കത്തിന്റെ പ്രാധാന്യം എന്താണെന്നും അതേപോലെ ഉറക്കം കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ ഡോക്ടർ ജിബിന നൈഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വിളയത്ത് ഹോമിയോപ്പതി ക്ലിനിക്. നമ്മുടെ തലച്ചോറിന് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം വളരെ അനിവാര്യമാണ്. ഉറക്കത്തിനിടയിൽ നമ്മുടെ ബ്രെയിൻ റിപ്പയർ പ്രോസസ് അഥവാ മസ്തിഷ്കത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ നടക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഗ്ലിംഫാറ്റിക് സിസ്റ്റം, തലച്ചോറിന്റെ ശുദ്ധീകരണ സംവിധാനം. ഉറക്കത്തിനിടെ ഗ്ലിംഫാറ്റിക് സിസ്റ്റം തലച്ചോറിൽ നിന്നുള്ള അമൈലോയിഡ് ബീറ്റ പോലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നു. ഈ പ്രക്രിയ ഹെഡ് ഇഞ്ചുറി അതേപോലെ തന്നെ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. 2. ഓർമ്മകളുടെ ഏകീകരണ പ്രക്രിയ. ബ്രെയിനിലെ ഹിപ്പോകാമ്പസ് നമ്മുടെ ഡെയിലി കിട്ടുന്ന വിവരങ്ങളെ ശേഖരിച്ചു വെക്കുകയും എന്നിട്ട് അത് ഒരു ലോങ് ടേം മെമ്മറി ആക്കി മാറ്റുകയും ചെയ്യുന്നു. 3. ഇമോഷണൽ റെഗുലേഷൻ, മാനസിക സമാധാനം. ഉറക്കത്തിനിടെ ബ്രെയിൻ സ്ട്രക്ചറായ അമിഗ്ഡാല ആക്റ്റീവായിട്ട് ഇമോഷണൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും അതേപോലെ മെലറ്റോണിൻ പോലുള്ള ഹോർമോണുകളെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഉറക്കക്കുറവ് ബുദ്ധിശേഷിയും അതുപോലെ തന്നെ മാനസികത്തിന്റെ ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുന്നു. ഉറക്കക്കുറവ് തുടർച്ചയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിന്റെ ചില ഭാഗങ്ങളുടെ പ്രവർത്തനക്ഷമത കുറയാൻ കാരണമാകുന്നു. ഒന്നാമത്തത് പ്രീഫോണ്ടൽ കോർട്ടെക്സ്. പ്രീഫോണ്ടൽ കോർട്ടെക്സ് ആണ് തലച്ചോറിൽ ലോജിക് ആയിട്ടുള്ള ചിന്തയും അതേപോലെ തന്നെ തീരുമാനമെടുക്കുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ തീരുമാനം എടുക്കാനുള്ള കഴിവും അതുപോലെ തന്നെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതെല്ലാം വളരെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. അമിഗ്ഡാല ഈ ബ്രെയിൻ സ്ട്രക്ചറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. ഇതിന്റെ ഫലമായി നമുക്ക് ദോഷകരമായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ വികാരങ്ങളും ഒരുപാട് കൂടുന്നതായിട്ട് കാണപ്പെടുന്നു. 3. ഹിപ്പോകാമ്പസ്. ബ്രെയിനിന്റെ ഈ പാർട്ടിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മശക്തിയെ ബാധിക്കുകയും അതേപോലെ തന്നെ പുതിയ വിവരങ്ങൾ പഠിക്കാൻ കഴിയാതെ ആവുകയും പഴയ മെമ്മറീസ് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റാതെയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി നിലനിൽക്കാതെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിനെയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയെയും കാര്യമായി ബാധിക്കുന്നു. ദീർഘകാലമായിട്ടുള്ള ഉറക്കക്കുറവ് തലച്ചോറിനെ സാരമായി ബാധിക്കാറുണ്ട്. അത് തലച്ചോറിന് സ്ഥിരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ആയ അൽഷിമേഴ്സ് ഡിസീസ് അതേപോലെ തന്നെ ഡിമെൻഷ്യ ഇതേപോലുള്ള രോഗങ്ങൾക്ക് ഉറക്കക്കുറവ് ഒരു പ്രധാന കാരണമാണ്. അതേപോലെ മെന്റൽ കണ്ടീഷൻസ് ആയ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഉറക്കത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിനും അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യമുള്ള ബ്രെയിൻ ഫംഗ്ഷനും വളരെ പ്രധാനമാണ്. ഉറക്കത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അതിനായി നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഒരു സമയക്രമം പാലിക്കുക. അതായത് ഡെയിലി ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ കിടക്കാനും അതേപോലെ തന്നെ ഒരു കൃത്യ ടൈമിൽ എഴുന്നേൽക്കാനും ആയിട്ടുള്ള ശീലം കൊണ്ടുവരിക. സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ഫോണ് അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഇതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുക. കൂടാതെ മെഡിറ്റേഷൻ പോലുള്ള എക്സസൈസുകൾ നമ്മൾ പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വെലീത് ഹോമിയോപ്പതി, on a mission to cure.